ബൗദ്ധിക കേരളത്തിൻ്റെ ഒരു മുഖം, ഭാരതീയ ചിന്താധാരയുടെ ക്രിയാത്മകമായ വളർച്ചയ്ക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ സ്ഥാപകൻ. അങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഔന്നത്യം പുലർത്തുന്ന പി പരമേശ്വർജിയുടെ സ്മാരക പ്രഭാഷണം വരികയാണ്. പരമേശ്വർജിയെ ഒരിക്കലും മലയാളത്തിന് മറക്കാൻ പറ്റത്തില്ല. എതിർപക്ഷത്ത് നിന്നിട്ടുള്ള EMS പോലും വളരെ ബഹുമാനത്തോടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട്, വായിച്ചിട്ടുമുണ്ട്. ഈ ഓരോ വർഷവും വരുന്ന ഈ സ്മാരക പ്രഭാഷണത്തിലൂടെ പരമേശ്വർജിയുടെ പ്രവർത്തന മേഖലകളിൽ നിന്നുകൊണ്ടുള്ള പുതിയ ചിന്താധാരകളായിരിക്കും വരുന്നതല്ലേ? തീർച്ചയായിട്ടും. അതിലും പ്രത്യേകിച്ച് അടുത്ത ശനിയാഴ്ച, അതായത് ഫെബ്രുവരി 28 രാവിലെ 11 മണിക്ക് കവടിയാർ ഉദയസമുദ്രയിൽ നടക്കാൻ പോകുന്ന പ്രഭാഷണം എന്ന് പറയുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ 4 തവണ ആദ്യം ഉപരാഷ്ട്രപതി ശ്രീ വെങ്കയ്യ നായിഡു, അതിനടുത്ത് കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ, പിന്നീട് വിദേശകാര്യ മന്ത്രി ശ്രീ ജയശങ്കർ, അതിനുശേഷം ഉപരാഷ്ട്രപതി ശ്രീ ജയ്ദീപ് ധങ്കർ. ആ തലത്തിലുള്ള ആളുകൾക്ക് ശേഷം ഭാരതത്തിലെ ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വം ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, ഭാരതത്തിൻ്റെ ശാസ്ത്ര വിഭാഗത്തിൻ്റെ സയൻസ്, ടെക്നോളജി ആൻഡ് എർത്ത് സയൻസസിൻ്റെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയാണ്. അദ്ദേഹമാണ് ഇത്തവണ പങ്കെടുക്കുന്നത്. ഇത് പറയുമ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങ് സൂചിപ്പിച്ചത് തന്നെ ഞാൻ അതിനോട് കൂട്ടിച്ചേർക്കുന്നത് മാത്രം. സ്വാമി വിവേകാനന്ദനും വീര വിനായക ദാമോദർ സവർക്കറും ശ്രീ അരവിന്ദോയും ഒക്കെ അടങ്ങുന്ന, മഹാത്മജിയും ഒക്കെ അടങ്ങുന്ന ഭാരതത്തിൻ്റെ ദാർശനിക പാരമ്പര്യത്തിന് കേരളം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയായിരുന്നു ശ്രീ പി പരമേശ്വർജി. കേരളീയ സമൂഹം വിശേഷിച്ചും ഭാരതീയ സമൂഹം ആകമാനവും ഗുരുതുല്യനായി കണക്കാക്കുന്ന, ഞാനിത് പറയുന്നൊരു കാരണമുണ്ട്. ഒരുപക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കേരളത്തിലേക്ക് പരിമിതപ്പെടുത്തേണ്ടി വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു ഘട്ടത്തിൽ ഡൽഹിയിലെ ദീനദയാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചുമതല, വിവേകാനന്ദ സ്മാരകത്തിൻ്റെ ചുമതല ഒക്കെ വഹിച്ചിരുന്ന അദ്ദേഹം ഒരുപക്ഷെ ദേശീയ തലത്തിലായിരുന്നു കൂടുതൽ ശ്രദ്ധ ലഭിക്കുമായിരുന്നത്. അതിന് ഒരു പരിധി വരെയുള്ള കാരണം കേരളത്തിലെ ദാർശനിക സംവാദങ്ങളിൽ, EMSുമായിട്ട് മറ്റുള്ള സംവാദങ്ങളിൽ കൂടുതൽ ഇടപെടേണ്ട സാഹചര്യം വരികയും ഭാരതീയ വിചാരകേന്ദ്രവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കും. പക്ഷേ പരമേശ്വർജി ചിന്തകൾ അന്തർദേശീയ പ്രാധാന്യമുള്ളതാണ്. ശ്രീനാരായണ ഗുരുദേവനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത പരമേശ്വർജിയുടെ പുസ്തകം ഇംഗ്ലീഷിലും മലയാളത്തിലുമുണ്ട്. അതുപോലെ തന്നെ കാറൽ മാർക്സിനെയും സ്വാമി വിവേകാനന്ദനെയും താരതമ്യം ചെയ്തുകൊണ്ട് പരമേശ്വർജി എഴുതിയ പുസ്തകം, ജസ്റ്റിസ് BR കൃഷ്ണയ്യരുടെ അവതാരികയോടുകൂടി ഇറങ്ങിയ പുസ്തകം, അത് കേരളം മാത്രം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, അത് ഭാരതം മാത്രവും ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. മാർക്സും വിവേകാനന്ദനും ചർച്ചാ വിഷയമാകേണ്ട ലോക സംവാദ വേദികളിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട പുസ്തകമാണ് മാർക്സ് ആൻഡ് വിവേകാനന്ദ. അതൊക്കെ അവിടെ പ്രാധാന്യത്തോടെ നിൽക്കുമ്പോഴും നമ്മുടെ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ നമ്മുടെ ഈ സംഭാഷണം ക്രമീകരിക്കേണ്ടി വരുന്നത് കൊണ്ട് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഇത്തവണ സംസാരിക്കാൻ പോകുന്ന വിഷയം, അതിലേക്ക് നമുക്കൊരു ശ്രദ്ധ ചെലുത്താം. അത് മറ്റൊന്നുമല്ല, ഇത്തവണ ശാസ്ത്ര വിഷയമാണ് വന്നിരിക്കുന്നത്. അതെ, അത് പരമേശ്വർജിയുടെ ഒരുപക്ഷെ പരിധിയിൽ വരുന്ന വിഷയമാണോ?
പരമേശ്വരയുടെ പരിധിയിൽ വരാത്ത ഒരു വിഷയമില്ലായിരുന്നു. ഇല്ലായിരുന്നു. അതിലേക്ക് ഞാൻ സ്വാമി വിവേകാനന്ദനല്ലേ ജംഷഡ്ജി ടാറ്റയെ വ്യവസായത്തിലേക്കും വ്യവസായത്തിനുണ്ട് ഗവേഷണത്തിലേക്ക് വേണ്ടിയും വഴിതിരിച്ചു വിട്ട, പ്രത്യേകിച്ച് സ്റ്റീൽ ഇൻഡസ്ട്രിയിലേക്ക് വഴിതിരിച്ചു വിട്ട കാവി ഉടുത്ത സന്യാസി ശ്രേഷ്ഠൻ. അതുകൊണ്ട് ഭാരതീയ ചിന്തയിൽ പെട്ടുപോയത് കൊണ്ട് പരമേശ്വർജിക്ക് ശാസ്ത്രത്തെക്കുറിച്ചുള്ള സങ്കല്പമില്ലെന്നോ ശാസ്ത്രത്തെക്കുറിച്ചുള്ള ബോധ്യമില്ലെന്നോ ഒന്നും പറയാൻ പാടില്ല. ബോധ്യമില്ലെന്ന് ഉദ്ദേശിച്ചില്ലെന്ന് എനിക്കറിയാം. ഈ പരമേശ്വർജിയുടെ ഈ സ്മാരക പ്രഭാഷണം ഇക്കുറി ശാസ്ത്രമാകുന്നതിലും വളരെ പ്രസക്തിയുണ്ട്. കാരണം ഈ AI ഉച്ചകോടി ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൻകിട കമ്പനികളുടെ സിഇഒമാരുമായിട്ട് ഒന്നിച്ചു നിൽക്കുന്ന ചിത്രമാണ് കേരളം കണ്ടത്. അങ്ങ് ഈ വിഷയം കൃത്യമായിട്ട് അതിൻ്റെ മൗലിക അംശത്തിലേക്ക് അങ്ങ് കടന്നു. അതിന് വളരെ നന്ദിയുണ്ട്. അങ്ങക്ക് അതിന് അഭിനന്ദനങ്ങൾ. അവിടെ ഞാൻ പറഞ്ഞത് ശാസ്ത്രമാകണമെങ്കിലും സാഹിത്യമാണെങ്കിലും കലയാണെങ്കിലും പരമേശ്വർജി വയലാറിനോട് മത്സരിച്ച് ജയിച്ച കവിയായിരുന്നു. അതങ്ങക്ക് അറിയുമോ? വയലാറിനോട് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും കവിത എഴുതി മത്സരിച്ച് 1ാം സമ്മാനം നേടിയ കവിയായിരുന്നു. അക്കാര്യത്തിൽ എനിക്കൊരു പുതിയ അറിവാണ്. ആ പരമേശ്വർജി തൻ്റെ സർഗവാസനയും തൻ്റെ വ്യക്തിപരമായ കഴിവുകൾ മുഴുവനും ഭാരതത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി സമർപ്പിച്ചതുപോലെ ശാസ്ത്രമാണെങ്കിലും കലയാണെങ്കിലും സാഹിത്യമാണെങ്കിലും യുദ്ധതന്ത്രമാണെങ്കിലും യുദ്ധോപകരണങ്ങളാണെങ്കിലും ഭാരതത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, ഉപയോഗിക്കപ്പെടണം നിർബന്ധമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ പരമേശ്വരയുടെ സ്മാരക പ്രഭാഷണത്തിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ആ രംഗത്ത് ഭാവിക്ക് സജ്ജമാക്കാൻ ഉതകുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഭാരതത്തിനുണ്ടാകണം. ഞാൻ ആവർത്തിക്കുന്നു, ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും മേഖലകളിൽ ഭാവിക്ക് സജ്ജമാകാനുള്ള തയ്യാറെടുപ്പ് ഭാരതത്തിനുണ്ടാകണം. അതിലൂടെ വികസിത ഭാരതം 2047 സാർത്ഥകമാക്കണം എന്ന് വിവക്ഷിക്കുന്ന ഒരു വിഷയം തിരഞ്ഞെടുത്തത് തീർച്ചയായും കാലിക പ്രാധാന്യമുള്ളതാണ്. അങ്ങ് AI കുറിച്ച് പറഞ്ഞു. അതിനു മുമ്പ് ഒരു കാര്യം ഓർക്കണം. ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റില് സയന്റിഫിക് ഇന്നോവേഷന് വേണ്ടി, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് 1,00,000 കോടി രൂപയുടെ വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞില്ല. ബയോഫാർമയുടെ മേഖലയിലും അതുപോലെ റയറത്തിന്റെ കാര്യത്തിലും മിനറൽസിന്റെ കാര്യത്തിലുമൊക്കെ ഭാരതത്തിന് ബഹുദൂരം ഡേറ്റ അനലൈസിസിനും മാനേജ്മെന്റ്, അങ്ങ് പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതിലൊക്കെ ലോകം വളരുമ്പം ഭാരതം പിന്നിലാകരുതെന്ന് മാത്രമല്ല മുന്നിലാകാൻ ശ്രമിക്കണം. അല്ലെ, അവിടെ നരേന്ദ്രമോദി വളരെ വളരെ അഡ്വാൻസ് ആയിട്ട് പോകുന്ന ഒരു വാക്ക് പറഞ്ഞു. അതായത് ഈ ആയുധമൊക്കെ നിർമ്മിക്കുന്ന പോലെ നമ്മൾ വളരെ രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യമല്ല AI കാര്യങ്ങൾ. അതിനകത്ത് സുതാര്യത വേണം, എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വേണമെന്ന് പറഞ്ഞു. അതിനൊരു പ്രധാന കാര്യമുണ്ട്. ആ പറഞ്ഞ വേറൊന്നുമല്ല, നമുക്ക് വേറെ വിഷയമായി ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. എങ്കിൽ തന്നെ അവിടെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ 2-3 ഘട്ടങ്ങളിലേക്ക് പുറകോട്ട് പോകണം. ഞാൻ ഇതിലേക്ക് വരാം. വ്യവസായ വിപ്ലവത്തിന് ശേഷം ആ വ്യാവസായിക വിപ്ലവത്തിന്റെ അനുകൂല ഘടകങ്ങൾ ഭാരതത്തിന് അനുഭവിക്കാൻ കഴിയാതെ പോയതിനൊരു കാരണമുണ്ട്. തൊട്ടു മുമ്പ് തന്നെ ഇംഗ്ലണ്ട്, ആംഗലേയ സാമ്രാജ്യത്വ ശക്തികൾ ഭാരതത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ഭാരതത്തിന്റെ അസംസ്കൃത വസ്തുക്കളും മൂലധനവും വരെ 45 ട്രില്യൺ US ഡോളേഴ്സാണ് അടിച്ചുകൊണ്ട് പോയതെന്ന് പറയുന്നത്. അത്രയും സംഭവിച്ച സാഹചര്യത്തിൽ ഭാരതത്തിന്റെ തനത് വ്യവസായങ്ങളെ ഇല്ലാതാക്കി, പുതിയ കണ്ടെത്തലുകളുള്ള കഴിവിനെ ഇല്ലാതാക്കി. എന്നിട്ട് ഇവിടം അവരുടെ വ്യാവസായിക സാമ്രാജ്യത്തിന്റെ വിപണിയാക്കി മാറ്റി. ആ ചൂഷണം കൊണ്ട് വ്യവസായ വിപ്ലവത്തിന് പ്രയോജനം നമുക്ക് കിട്ടിയില്ല. രണ്ടാമത് വന്നു, സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമുക്ക് വലിയൊരവസരമായിരുന്നു.
അവസരത്തില് സോവിയറ്റ് യൂണിയന്റെ മോഡലിലേക്ക് പോയതുകൊണ്ട് ഭാരതത്തിന്റെ വികസനം ഒന്നും ഉണ്ടായിട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഭാരതത്തിന്റെ തനത് ശാസ്ത്രജ്ഞന്മാരെ പോലും വേണ്ടത്ര ഉപയോഗിച്ചുകൊണ്ട് 1900 ആരംഭം തൊട്ട് തന്നെ, ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ശാസ്ത്രജ്ഞന്മാർ, തദ്ദേശീയ ശാസ്ത്രജ്ഞന്മാർ ലോകത്തോട് വെല്ലുവിളിക്കുന്നവരുണ്ടായിട്ടും അവരെയൊന്നും വേണ്ടത്ര ഉപയോഗപ്പെടുത്താനും കഴിഞ്ഞില്ല. കാർഷിക വ്യാവസായിക മേഖലയിലെ വളർച്ചയ്ക്ക് പുറകോട്ട് പോയി. അടുത്ത ഘട്ടം ലോകം മാറാൻ തുടങ്ങി. ചൈന പടിഞ്ഞാറിന് വിപണി ഉപയോഗിച്ചുകൊണ്ട് ആ വ്യാവസായിക സാധ്യതകൾ ഉപയോഗിക്കാൻ വേണ്ടി അമേരിക്കയോട് ചേർന്ന് നിന്ന് പോയൊരു ഘട്ടമുണ്ടല്ലോ. ആ ഘട്ടത്തിലും നമ്മൾ സോവിയറ്റ് യൂണിയന്റെ മാതൃകയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. എന്തുപറ്റി? ചൈന മുന്നോട്ട് പോയ ശേഷം 15 വർഷങ്ങൾക്ക് ശേഷം മാറ്റം അനിവാര്യമായി. സ്വർണം വരെ കൊണ്ട് കടം വെച്ച് കൊണ്ട് പണയം വെച്ച് അല്ലെങ്കിൽ വിറ്റ് പരിവർത്തനം, മാറ്റം ഇല്ലെങ്കിൽ നിവൃത്തിയില്ലാത്ത അവസ്ഥ വന്നു. അനിവാര്യമായ സാഹചര്യം വന്നപ്പോഴാണ് ഭാരതം വ്യാവസായിക രംഗത്ത് വളരുന്നതിനുള്ള സാധ്യത നോക്കിയത്. ഒരു കാര്യം കൂടി അങ്ങ് ഓർക്കണം. ചൈനയും ഭാരതം 1947 ചൈനയിൽ മാവാടകൻ 49 വന്നത്. പക്ഷെ 1962 ആയപ്പം ചൈനയുടെ സൈനിക ശക്തിക്ക് ഭാരതത്തെ മൃഗീയമായി കടന്നാക്രമിക്കാനും കീഴടക്കാനുള്ള ശക്തി കിട്ടി. ഇതൊക്കെ ഭാരതം അവസരത്തിന് ഉയർന്ന വീരാഞ്ജത്തിന്റെ ചരിത്രപരമായ അബദ്ധങ്ങളാണെങ്കിൽ ഇന്ന് നരേന്ദ്രമോദി നോക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, കൃത്രിമ ബുദ്ധിയുടെ സംവിധാനം വരുമ്പം ലോകം അതിനെ ഭയപ്പെടുന്നുണ്ട്. ലോകത്തിലെ പല രാജ്യങ്ങൾക്കും വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും ഒക്കെ തൊഴിൽ നഷ്ടം പോലുള്ള സാഹചര്യം കാണുന്നുണ്ട്. ഭയമുള്ളപ്പം ഭാരതം, ഇന്നലെ നരേന്ദ്രമോദി പറഞ്ഞ അങ്ങ് കേട്ടുണ്ടാവും, ഭാരതം ഭയപ്പെടുന്നില്ല, ഭാരതത്തിന് ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്. എന്നിട്ടാണ് അങ്ങ് പറഞ്ഞ കാര്യം പറഞ്ഞത്. ഇത് പുതിയ സംവിധാനം വരുമ്പം ഏതാണ്ട് ഫ്രാൻസും ഭാരതത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. അമേരിക്കയുടെ സാമ്പത്തിക ശക്തി കൊണ്ടും ചൈന ഒരു അടച്ചു മൂടപ്പെട്ട ക്ലോസ്ഡ് സംവിധാനമായതിൻ്റെ പേരിൽ രഹസ്യ സ്വഭാവം കൊണ്ടും ലോകത്ത് AI ക്രമത്തിനെ സ്വാധീനം ചെയ്യാൻ ശ്രമിക്കുമ്പം ഭാരതവും ഫ്രാൻസും ഒക്കെ പറയുന്നത് അല്ല, അങ്ങനെയല്ല വേണ്ടത്. പ്രത്യേകിച്ചും ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ആ വികസന രാജ്യങ്ങളും പറയുന്നത് ഇത് മാനവ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്ന ഒരു സംവിധാനമാകണമെന്നുണ്ടെങ്കിൽ രഹസ്യാത്മകമായിട്ട് പോകേണ്ട കാര്യമല്ല. ലോകത്തിന് മുഴുവൻ ഉപയുക്തമാകുന്ന രീതിയിലേക്ക് ഈ AI കൺസെപ്റ്റും അതിൻ്റെ വികാസവും ഉണ്ടാവണമെന്ന് പറയുമ്പം അത് മാനവ സമൂഹത്തിന് വേണ്ടിയാണ്. അതാണ് മാനവം എന്നൊരു കൺസെപ്റ്റ് തന്നെ അദ്ദേഹം കൊടുത്തത്, മോദി ഇന്നലത്തെ പ്രസംഗത്തിൽ കൊടുത്തിട്ടുള്ളത്, MANAV. അപ്പം അങ്ങനെ പറയുമ്പം തീർച്ചയായും ഭാരതം മുമ്പിൽ നയിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു പക്ഷേ അതിന് സാധിച്ചില്ലെങ്കിൽ ഒപ്പം ഉണ്ടാവും. പുതിയ ലോകക്രമത്തിൽ AI സാധ്യമാക്കുന്ന പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ലോകക്രമത്തിൽ സംഭാവന ചെയ്യുവാനും, ഇങ്ങോട്ട് വാങ്ങാൻ വേണ്ടി മാത്രമല്ല, ആ ലോകക്രമത്തിൽ സംഭാവന ചെയ്യുവാനും അതിനെ ഉപയോഗിക്കുവാനും, അത് കാർഷിക മേഖലയിലാണെങ്കിലും വ്യാവസായിക മേഖലയിലാണെങ്കിലും ആരോഗ്യ പരിപാലന രംഗത്താണെങ്കിലും പൊതു സർവീസ് രംഗത്താണെങ്കിലും മാനുഫാക്ചറിംഗ് രംഗത്താണെങ്കിലും എവിടെയും സയൻസ് ആൻഡ് ടെക്നോളജി 100 വരെ പോകാൻ സാധ്യതയുണ്ടെങ്കിൽ 150 വരെ പോകുന്നതിനുള്ള സജ്ജമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഭാരതം നീങ്ങുന്നുള്ള ഉറപ്പാണ്. അവിടെയാണ് പരമേശ്വർജിയുടെ വളരെ പ്രസിദ്ധമായ ഒരു വാചകം ഓർമ്മയിലുണ്ടാവേണ്ടത്. അദ്ദേഹം പറഞ്ഞത്, ഭാരതം, കേരളമില്ലാത്ത ഭാരതം അപൂർണമാണ്, ഭാരതത്തിന് പുറത്തുള്ള കേരളം അപകടകാര്യമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ വികസിത ഭാരതത്തിന്റെ വളർച്ച പൂർണ്ണമാകണമെങ്കിൽ
വികസിത കേരളവും ഉണ്ടാവണം. കേരള വികസനം ഉണ്ടാകണമെങ്കിൽ അത് പലരും ഇപ്പോൾ മോഹിക്കുന്നത് പോലെ കട്ടിങ് സൗത്തും ഒക്കെ ചെയ്തിട്ട് ഭാരതത്തെ കേരളത്തിൽ നിന്ന് പുറത്ത് കാണിച്ചത് കൊണ്ടോ പുറത്തെടുത്തോ അല്ല, അത് അപകടകരമാണ്. അതുകൊണ്ട് പരമേശ്വർജിയുടെ ആ സങ്കല്പം പരമേശ്വർജിയെ പോലെയും പി ഗോവിന്ദപിള്ള സാറിൻ്റെയും എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെയും ഒക്കെ ആ ബൗദ്ധിക സമ്പത്തിനെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ സകാരാത്മകമായ വികസനത്തിനും ആ വികസനത്തിലൂടെ ഭാരതത്തിൻ്റെ വികസനത്തിന് സംഭാവന ചെയ്യുന്നതിനുള്ള മനസ്ഥിതിയും വളർത്തിയെടുക്കുകയാണ് പ്രധാനം. അല്ലാതെ ഭാരതം എടുക്കുന്ന നടപടികൾ എഐയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് വിദേശ ബന്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അത് ചൈനയെ എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ പാകിസ്ഥാനെ എങ്ങനെ ബാധിക്കും എന്ന് കരുതി ബഹളമുണ്ടാക്കുന്ന ആളുകളുടെ കാഴ്ചപ്പാടിലൂടെ അല്ല പോകേണ്ടത്. പരമേശ്വർജി കാണിച്ച വഴി വളരെ വ്യക്തമാണ്. ആ വഴിയെക്കുറിച്ച് കൂടുതൽ വ്യക്തത ഉണ്ടാകുന്നതിനും ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലുള്ള ഭാരതത്തിൻ്റെ വളർച്ചയുടെ തയ്യാറെടുപ്പിനെ കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടാക്കുവാൻ ഈ പ്രഭാഷണം ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗിൻ്റെ അടുത്ത ശനിയാഴ്ച ഫെബ്രുവരി 28 കവടിയാർ ഉദയസമുദ്രത്തിൽ നടക്കുന്ന ആ പ്രഭാഷണം തീർച്ചയായും വഴിയൊരുക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.